വെൽക്കം ടു കുശലമ്മ കിച്ചൻ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വൈകിട്ട് ചായയ്ക്ക് ഒരു സ്നാക്സാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 2 മീഡിയം സൈസ് വെങ്കായം, ഒരു മുട്ട കട്ട്ലേറ്റാണ്, ഒരു പച്ചമുളക്, ശകലം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ശകലം കറിവേപ്പില, ശകലം കൊത്തമല്ലി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മുളക് പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം ടീസ്പൂണ് പാതി ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഈ ഉള്ളിയുടെ വെള്ളം വരാൻ വേണ്ടി, വെള്ളം ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഒന്ന് കുഴയ്ക്കുക. നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിലും ഇച്ചിരി ഇടാം, പക്ഷേ കുട്ടികൾക്കൊക്കെ അത് എരിവായിട്ട് കഴിക്കാതാകും. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പലഹാരമാണ്. ഇനി ഇതിൻ്റെ കൂടെ 4 മുട്ട ഞാൻ പുഴുങ്ങി വെച്ച്, അത് കുക്കറിൽ 3 വിസിലടിച്ച് പുഴുങ്ങിയിട്ട് പച്ചവെള്ളത്തിൽ ഒരു 10 നിമിഷം ഇട്ട മുട്ടയാണ്. അത് ഇങ്ങനെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം, കാരണം കൈവച്ച് ഉടച്ച് ചേർത്താൽ വലിയ പീസായിട്ട് വരും. ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുക. കൊച്ചു കൊച്ചു പീസായിട്ട് വരും. കടയിലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്ത് നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നത്. 2 സ്പൂണ് ഗോതമ്പ് മാവാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് മൈദ വേണേലും ചേർക്കാം. 2 സ്പൂണ് ഗോതമ്പ് മാവ് അത് വിട്ടിട്ട് നല്ല കുഴയ്ക്കുക. എല്ലാം കൂടി ഇട്ട് നല്ല കുഴച്ചെടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യണം. സ്പൂണ് വെച്ചൊക്കെ ചെയ്താൽ ഇത് ശരിയാകാതെ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിൽ നമ്മൾ 2 മുട്ടയാണ് ഉടച്ചെടുക്കുന്നത്. ഒരു ശകലം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും മതി. ബ്രെഡ് പൊടിച്ചെടുത്തതാണ്, മിക്സി ജാറിൽ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. ഇത് നമ്മളിങ്ങനെ പിടിക്കുക. വെള്ളം കയ്യിൽ മുക്കാം. ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ പരത്തുക. നമുക്ക് എങ്ങനെ വേണേലും പിടിച്ചെടുക്കുക. ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഈ മുട്ടയിലോട്ട് ഇടുക. ഈ മുട്ട ശകലം ഒഴിച്ചിട്ട് ഈ ബ്രെഡിലോട്ട് ഇടുക. ഇതിങ്ങനെ എല്ലാം പിടിച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇനി ഈ ചൂടെണ്ണയിലോട്ട് ഇതിടുക. ഫുൾ തീ വേണ്ട, മീഡിയമായിട്ട് വെച്ചാൽ മതി. അടിവശം കുറച്ച് വെന്ത് ഇനി തിരിച്ചിടുക. പത്ത് നിമിഷം കൊണ്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഗോതമ്പ് മാവ് പിടിച്ചില്ലേ ഇത് മൈദ ആയാലും ചേർക്കാം. എന്നാൽ ഗോതമ്പ് മാവാണ് നമുക്ക് ഏറ്റവും നല്ലത്, നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം. ഇതെടുക്കുക. ഈ പരുവാകുമ്പോൾ എടുക്കുക. ഇനി അടുത്തത് ഇടാം. നിങ്ങൾക്ക് കൊത്തമല്ലി ഇഷ്ടമില്ലെങ്കിൽ കൊത്തമല്ലി എടുക്കണ്ട, അത് ചേർക്കാതായാലും ചെയ്യാം. ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്ക്. ഇച്ചിരി മുറിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റായ ഒരു സ്നാക്സ്. എഗ്ഗ് കട്ട്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണ് ഒരു സബ്സ്ക്രൈബും ചെയ്യുക.